ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹയർ സെക്കൻഡറി മേഖലയെ ഇല്ലാതാക്കാനുള്ള നയങ്ങളുമായാണ് ഇടത് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് KHSTU നേതാക്കൾ. നാടക കലാകാരൻ KV വിജേഷ് അന്തരിച്ചു. നാടക പരിശീലനത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ജനശ്രീ 20ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 1, 2 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. ബേപ്പൂർ മറീന ബീച്ചിൽ ചകിരിച്ചവറുകൾക്ക് തീപിടിച്ചത് ആശങ്ക പടർത്തി. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ഹയർ സെക്കൻഡറി മേഖലയെ ഇല്ലാതാക്കാനുള്ള നയങ്ങളുമായാണ് ഇടത് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് KHSTU നേതാക്കൾ. സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. 90-91 കാലയളവിൽ ആരംഭിച്ചിട്ടുള്ള ഹയർ സെക്കൻഡറി മേഖല, ആ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളുടെ കാലത്ത് വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തിയതിന്റെ ഫലമായി ഈ മേഖല സംരക്ഷിക്കപ്പെട്ടു പോവുകയും വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്ത വേളയിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മേഖലയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. 99-2000 കാലയളവിൽ ഈ സാർവത്രികമായി +2 നടപ്പിലാക്കപ്പെട്ട സമയത്ത് അവർക്ക് ആ അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള പോസ്റ്റ് ക്രിയേഷനും ശമ്പള നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചു തന്നത് അന്നത്തെ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. പിന്നീട് വന്ന ഇടത് സർക്കാരുകൾ ഈ മേഖലയെ മാത്രം ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. KHSTU സിൽവർ ജൂബിലി സമ്മേളനം ജനുവരി 26, 27, 28 തീയതികളിൽ കോഴിക്കോട് നടക്കും. KP കേശവമേനോൻ ഹാൾ, ബീച്ച്, KHSTU ഭവൻ എന്നിവിടങ്ങളിലാണ് സമ്മേളനം നടക്കുക. പൊരുതി ജയിച്ച് 25 വർഷങ്ങൾ എന്ന പ്രമേയവുമായി കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയന്റെ സിൽവർ ജൂബിലി സമ്മേളനത്തിന് പൈതൃക നഗരമായ കോഴിക്കോട് ആതിഥേയത്വം വഹിക്കുകയാണ്. കൗൺസിൽ മീറ്റ്, സിൽവർ ജൂബിലി നേതൃസംഗമം, ഉദ്ഘാടന സമ്മേളനം, ചർച്ചാവേദി, സാംസ്കാരിക സംഗമം, കുടുംബ സംഗമം, തീം സെഷൻ, പ്രതിനിധി സമ്മേളനം, വിദ്യാഭ്യാസ സമ്മേളനം, യാത്രയയപ്പ് സമ്മേളനം, അധ്യാപക പ്രകടനം എന്നിവ സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ നിസാർ ചോളേരി, ഷമീർ P, ഷമീർ അഹമ്മദ്, അഷ്റഫ് ചാലിയം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാടക കലാകാരൻ KV വിജേഷ് അന്തരിച്ചു. നാടക പരിശീലനത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. 40 വയസ്സുള്ള വിജേഷ് കുട്ടികളുടെ നാടക പരിശീലന രംഗത്ത് ശ്രദ്ധേയനായിരുന്നു. നാടക കലാകാരൻ KV വിജേഷ് അന്തരിച്ചു. കോഴിക്കോട് പുതിയറ സ്വദേശിയാണ്. എറണാകുളം തേവര സേക്രഡ് ഹാർട്സ് കോളേജിൽ നാടക പരിശീലനം നൽകുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. പാറോപ്പടി സിൽവർ ഹിൽ സ്കൂളിലെ തിയേറ്റർ അധ്യാപകനാണ്. ചിപ്പി, മങ്കിപ്പൻ തുടങ്ങിയ സിനിമകൾക്ക് നടന പരിശീലനങ്ങൾ നൽകിയിരുന്നു. സ്കൂൾ, യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ ഒട്ടേറെ കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. നാടക ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. ഭാര്യ സിനിമാ നടിയും സിൽവർ ഹിൽസ് HSSലെ അധ്യാപികയുമായ കബനി സൈറ, മകൾ സൈറ, അച്ഛൻ വിജയൻ, അമ്മ സത്യഭാമ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനശ്രീ 20ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 1, 2 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. 14 ജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 2000 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സുസ്ഥിര വികസന
ലക്ഷ്യം വെച്ചാണ് ഈ സന്നദ്ധ സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. 20 വർഷക്കാലമായി നമ്മൾ ഈ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. 30,000-ത്തിലധികം സംഘങ്ങൾ കേരളത്തിലാകെയുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് 3000 സംഘങ്ങൾ. കുടുംബ കൂട്ടായ്മയിലൂടെ ജനകീയ കൂട്ടായ്മ എന്ന ആശയത്തിലൂടെ കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാരിതര സ്വാശ്രയ പ്രസ്ഥാനമായി മാറിയ ജനശ്രീ സുസ്ഥിര വികസന മിഷന്റെ 20ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 1-2 തീയതികളിലായി കോഴിക്കോട് നടക്കും. ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ വിവിധ സെക്ഷനുകളിൽ സംബന്ധിക്കും. ഗാന്ധി സ്മൃതി സദസ്സ്, വിവിധ കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനം, കലാപരിപാടികൾ, ഉൽപ്പന്ന വിപണന മേള എന്നിവയും ഇതോടനുബന്ധിച്ച് നടക്കും. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി വിവിധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണി കണ്ടെത്തും. ഇതിനാവശ്യമായ കർമ്മ പദ്ധതികൾക്ക് പ്രതിനിധി സമ്മേളനം രൂപം നൽകും. ജൈവഭവനം, സന്തുഷ്ടഗ്രാമം പദ്ധതി നടപ്പാക്കാൻ പ്രത്യേക കർമ്മസേന രൂപീകരിക്കും. പഴം, പച്ചക്കറി, ധാന്യങ്ങൾ എന്നിവ ഉൽപ്പാദിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് സ്വാശ്രയ സംഘങ്ങൾ എന്നിവരുടെ കൂട്ടായ്മയിൽ പദ്ധതികൾ ആവിഷ്കരിക്കും. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, കാർഷിക മേഖലയിൽ വലിയ ഇടപെടലുകൾ ഈ അടുത്തൊരു വർഷക്കാലം നടത്തുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ഈ സമ്മേളനത്തിൽ രൂപീകരിക്കും. ജനശ്രീ ജില്ലാ ചെയർമാൻ എൻ സുബ്രഹ്മണ്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽ കൊളക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഇന്നെന്താ ഓഫീസിൽ നിന്ന് വൈകിയത്? ഒന്നും പറയണ്ട, നല്ല തിരക്കായിരുന്നു. ഇന്നും പാല് വാങ്ങാൻ മറന്നോ? ഞാനത് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ ഞാൻ വാങ്ങിച്ചു. അതും മിൽമയുടെ ലോങ് ലൈഫ് പാൽ. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത്രയും വാങ്ങിയ കേടാവില്ലേ? ഇല്ലെന്നേ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചു. മിൽമ ലോങ് ലൈഫ് പാൽ അത്യാധുനിക UHT സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സംസ്കരിച്ച് അണുവിമുക്തമാക്കി 5 ലെയർ അസെപ്റ്റിക് പാക്കിംഗിലാണ് ലഭിക്കുന്നത്. തണുപ്പിക്കാതെ തന്നെ 3 മാസം വരെ കേടാവാതിരിക്കും. പാക്കറ്റ് പൊട്ടിച്ച ശേഷം മാത്രം തണുപ്പിച്ച് സൂക്ഷിച്ചാൽ മതി. കൂടാതെ വൈറ്റമിൻ എയും ഡിയും ഉണ്ട്. മായ ഒന്നുമില്ല. സാങ്കേതിക വിദ്യ പോയ പോക്കെ. വിശ്വസിക്കാം മിൽമയെ. അപ്പൊ ഇനി പാല് മുടങ്ങില്ലല്ലേ? ഇനി വാങ്ങാം മിൽമ ലോങ് ലൈഫ് പാൽ. സേഫ് ആണ്, ഹെൽത്തിയാണ്. മിൽമ, കേരളം കണി കണ്ടുണരുന്നു. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ മറീന ബീച്ചിൽ ചകിരി ചവറുകൾക്ക് തീപിടിച്ചത് ആശങ്ക പടർത്തി. വൈദ്യുതി വയറുകളിലേക്ക് തീ പടർന്നതോടെ മറീന ബീച്ച് കൂരിരുട്ടിലായി. മറീന ബീച്ചിൽ പുലിമൂട്ടിന് സമീപം പുഴയോരത്ത് ഉപേക്ഷിച്ച ചകിരി ചവറുകൾക്ക് തീ പിടിച്ചു. രാത്രി 8:15 മറീന ജെട്ടിക്ക് സമീപം തീ ആളിപ്പടർന്നത്. പ്രദേശത്തെ വൈദ്യുതി വയറുകൾ കത്തി ബീച്ചിൽ വെളിച്ച സംവിധാനം താറുമാറായി. ഓണാഘോഷത്തോടനുബന്ധിച്ച് DTPC നേതൃത്വത്തിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ബീച്ചിൽ നടത്തിയ ഫ്ലവർ ഷോയ്ക്ക് ശേഷമുള്ള ചകിരി ചവറുകൾ പുഴയോരത്ത് തള്ളിയിരുന്നു. ഇവയിലാണ് രാത്രി തീ പടർന്നത്. കാറ്റിൽ തീ ആളിപ്പടർന്നതോടെ ബീച്ചിലെത്തിയ സഞ്ചാരികൾ ആശങ്കപ്പെട്ടു. വൈദ്യുതി വയറുകൾ കത്തിയതോടെ മറീന ബീച്ച് ആകെ ഇരുട്ടിലായി. നാട്ടുകാർ അറിയിച്ചത് പ്രകാരം മീൻചന്തയിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ ഷിഹാബുദ്ദീന്റെ നേതൃത്വത്തിൽ 3 അഗ്നിരക്ഷാ യൂണിറ്റ് എത്തി ചകിരിച്ചണ്ടി ഇളക്കി മറിച്ചാണ് തീയണച്ചത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പ്രകൃതി സംരക്ഷണത്തിന്റെ ആശയം ഉൾപ്പെടുത്തി NS മേരി കോട്ടപ്പള്ളി രചിച്ച നീർച്ചാലും വഴിത്താരയും കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. എഴുത്തുകാരി ഡോക്ടർ മിനി പ്രസാദ് ഫാദർ ഡോക്ടർ സുനിൽ ജോസിന് കൈമാറിയാണ് പ്രകാശനം ചെയ്തത്. കവിതകളിൽ പങ്കുവയ്ക്കുന്നത് പ്രകൃതി സംരക്ഷണത്തിന്റെ ആശയങ്ങളാണ്. NS മേരി കോട്ടുപള്ളിയുടെ രചനയിൽ പിറന്ന കവിതാ സമാഹാരം നീർച്ചാലും വഴിത്താരയും
എഴുത്തുകാരി ഡോക്ടർ മിനി പ്രസാദ് പ്രകാശനം ചെയ്തു. ദേവഗിരി സെന്റ് ജോസഫ് കോളേജ് മലയാളം വകുപ്പ് തലവനും എഴുത്തുകാരനുമായ ഫാദർ ഡോക്ടർ സുനിൽ ജോസ് പുസ്തകമേറ്റുവാങ്ങി. സ്നേഹവും സ്നേഹമില്ലാതെ ജീവിതമില്ല എന്ന്, സ്നേഹത്തിലൂടെ മാത്രമേ ജീവിതം പൂർത്തിയാകുന്നുള്ളൂ എന്ന് വീണ്ടും വീണ്ടും, അതായത് ഇതിലെ ഏതാണ്ട് 12 കവിതകളിൽ 12 തരത്തിൽ ജീവിതത്തെ നിർവചിക്കുന്നുണ്ട്. കാലൊന്ന് വഴുതിയാൽ, ശ്രദ്ധയൊന്ന് പതറിയാൽ തകിടം മറിയുന്നതാണ് ജീവിതമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം ജീവിതം ക്ഷണികമാണ് എന്ന് പറയുന്നു. ജീവിതമാകുന്ന മഹാസമസ്യ സ്നേഹം കിനിയുന്ന കവിതയാണ് എന്ന് പറയുന്നുണ്ട്. ചെലവൂർ സെന്റ് തോമസ് പ്രൊവിൻഷ്യൽ ഹൗസിൽ നടന്ന പരിപാടിയിൽ കവി പി ശ്രീധരനുണ്ണി അധ്യക്ഷനായിരുന്നു. പ്രൊവിൻഷ്യൽ ഹൗസ് സെക്രട്ടറി ഫാദർ ജോയൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. എഴുത്തുകാരൻ മോഹനൻ പുതിയോട്ടിൽ പുസ്തകം പരിചയപ്പെടുത്തി. NP ആൻസിക, സരസ്വതി ബിജു എന്നിവർ കവിതകൾ ആലപിച്ചു. മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ മനോജ് തെക്കേടത്ത്, കൗൺസിലർ P ഉഷാദേവി, സ്വതന്ത്ര ബുക്സ് പ്രസാധകൻ P സിദ്ധാർത്ഥൻ, P മുരളീധരൻ, CM മുരളീധരൻ, MA ജോൺസൺ തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വഞ്ഞേരി ഗ്രന്ഥവരി ചരിത്ര ഉപദാനം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഡോക്ടർ VV ഹരിദാസൻ, ഡോക്ടർ KP രാജേഷ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. MGS ഹിസ്റ്ററി ഫൗണ്ടേഷൻ മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗത്തിന്റെ സഹകരണത്തോടെ വഞ്ഞേരി ഗ്രന്ഥാവരി എന്ന ചരിത്ര ഉപദാനം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വഞ്ഞേരി ഗ്രന്ഥവരിയും മധ്യകാല കേരളത്തിലെ സാമൂഹ്യ ജീവിതവും എന്ന വിഷയത്തിൽ ഡോക്ടർ VV ഹരിദാസൻ, വഞ്ഞേരി ഗ്രന്ഥാവരി പഠനവും പൊരുളും എന്ന വിഷയത്തിൽ ഡോക്ടർ KP രാജേഷും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഡോക്ടർ KAM അൻവർ ഗവേഷണ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ, പ്രീമോഡേൺ കേരള ചരിത്രത്തിൽ ഇത്രയും നന്നായിട്ട് മാതൃകാപരമായിട്ട് ഇറങ്ങിയിട്ടുള്ള മറ്റൊരു സോഴ്സ് ഉണ്ടാകും. ഒരു സോഴ്സ് എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കേണ്ടത് എന്നതിന്റെ ഏറ്റവും മികച്ച മാതൃകയാണ് വഞ്ഞേരി ഗ്രന്ഥവരി. ഇതൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിസ്റ്റോറിക്കൽ സീരീസിന്റെ 4 പഠനങ്ങളാണ് ഇറക്കിയിട്ടുള്ളത്. അതിലെ ആദ്യത്തെ പഠനമാണ് ഈ വഞ്ഞേരി ഗ്രന്ഥവരി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളത് നോക്കണം. ഡോക്ടർ ഷിനോയ് ജയസിന്ദ സ്വാഗതം പറഞ്ഞു. ഡോക്ടർ P വേണു അധ്യക്ഷത വഹിച്ചു. സതി രാമചന്ദ്രൻ, ഡോക്ടർ MC വസിഷ്ഠ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പാരഗൺ വത്സൻ സരസ്വതി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ജനുവരി 27-ന് സെന്റ് മൈക്കിൾ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുക, വിവിധ മേഖലയിലുള്ള ആളുകൾക്ക് ഒരു പ്രചോദനം നൽകുക, അതാണ് ഇപ്രാവശ്യത്തെ അവാർഡ് കൊടുക്കുന്നത്. പ്രധാനപ്പെട്ടത് PV രാജഗോപാലിനാണ്. PV രാജഗോപാലിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതേ കോഴിക്കോട്ടുകാരനാണെന്നും കണ്ണൂർക്കാരനാണെന്നും ആർക്കും അറിയില്ല. പക്ഷേ ഇന്ത്യ മുഴുവൻ ലോകത്തെ 19 രാജ്യങ്ങളിൽ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ച ആളാണ്. അതുപോലെ അറിയാം, തങ്ങൾ കൊള്ളക്കാട്ടിലെ 571 കൊള്ളക്കാരെ ശാന്തി മന്ത്രത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന ആളുകൾ കൂടിയാണ്. നമ്മുടെ
രാമനാട്ടുകാര സ്കൂളിലെ മാനേജർ കൂടിയാണ്. പാരഗൺ വത്സൻ സരസ്വതി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് കഴിഞ്ഞ 27 വർഷങ്ങളായി ജില്ലയിലെ ഏറ്റവും നല്ല സ്കൂളിന് നൽകി വരുന്ന പാരഗൺ എവറോളിംഗ് ട്രോഫി സെന്റ് മൈക്കിൾസ് ഗേൾസ് സ്കൂളിനും ഏറ്റവും നല്ല പൊതുപ്രവർത്തനത്തിന് നൽകുന്ന പാരഗൺ പുരസ്കാരം പ്രമുഖ ഗാന്ധിയനും ഇന്ത്യയിലെ 8,40,00,000 ഭൂരഹിതർക്ക് വേണ്ടി നിരന്തര പോരാട്ടം നടത്തുന്ന നിവാനിയോ പുരസ്കാരം നേടുകയും ചെയ്ത ഡോക്ടർ PV രാജഗോപാലിന് നൽകുന്നു. ഏറ്റവും നല്ല ഡോക്ടർ MK രവീന്ദ്രൻ, ഏറ്റവും നല്ല പത്രപ്രവർത്തകൻ ശിവപ്രസാദ് മലയാള മനോരമ, നല്ല അധ്യാപകൻ ജിൻഡോ ചെറിയാൻ, ആരോഗ്യ പ്രവർത്തക പ്രസന്ന ചങ്ങരോത്ത് എന്നിവർക്കും പാവപ്പെട്ട രോഗികൾക്കുള്ള ധനസഹായം, വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായ വിതരണം എന്നിവയും 27-ന് സെന്റ് മൈക്കിൾസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നൽകും. പരിപാടിയിൽ പാരഗൺ MD സുമേഷ് ഗോവിന്ദ്, ലിജു സുമേഷ്, സൗമ്യ ജോസ്, അഡ്വക്കേറ്റ് സുജാത S വർമ്മ, പ്രമോദ് മോവനാരി, കൃഷ്ണപ്രിയ, സിൽപി KK എന്നിവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ രത്നാകരൻ, പപ്പൻ കന്നാട്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജൈവ കൃഷിയിൽ 100 മേനി വിള കൊയ്ത് ചെറുവണ്ണൂർ കൊളത്തറയിലെ പ്രേമൻ പറനാട്ടിൽ. മട്ടുപ്പാവിൽ ഗ്രോ ബാഗുകളിലാണ് പ്രേമന്റെ പച്ചക്കറി കൃഷി. സ്വയമുള്ള അറിവുകളോടൊപ്പം കൃഷിവകുപ്പിന്റെ സഹായവും ഇദ്ദേഹത്തിനുണ്ട്. ജൈവ കൃഷിയിൽ ഈ വർഷവും 100 മേനി വിളവെടുപ്പുമായി ചെറുവണ്ണൂർ കൊളത്തറ സ്വദേശി പ്രേമൻ പറനാട്ടിൽ. കോളിഫ്ലവർ, വഴുതന, ബ്രോക്കോളി, പച്ചമുളക്, തക്കാളി, ക്യാരറ്റ്, ചീര, വെണ്ട, ബീറ്റ്റൂട്ട്, കാബേജ്, കൊത്തമര, പടവലം തുടങ്ങിയ വിവിധങ്ങളായ പച്ചക്കറികളാണ് വീടിന്റെ മട്ടുപ്പാവിൽ വിളഞ്ഞു നിൽക്കുന്നത്. ഗ്രോ ബാഗുകളിൽ ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. കൃഷിവകുപ്പിന്റെ സഹായവും ലഭിക്കുന്നുണ്ട്. 2005 മുതൽ ജൈവ കൃഷിയിൽ സജീവമാണ്. 2005 മുതലാണ് നമ്മൾ കൃഷിയോട് ആരംഭിച്ചത്. ജൈവ കൃഷി, അതായത് ജനങ്ങൾക്ക് രാസപദാർത്ഥങ്ങളുടെ രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പച്ചക്കറി കഴിച്ച് മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഇതാണ് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇത്തരം കൃഷികൾ നമുക്കും ചെയ്യാം. ഇപ്പോൾ ശീതകാല പച്ചക്കറികൾ, കാബേജ്, ബ്രൊക്കോളി, ക്യാരറ്റ്, ബീട്രൂട്ട്, ഉള്ളി, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള ഒരു മോട്ടിവേഷൻ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. നമ്മൾ പൊതുവെ ഒരു സാമൂഹ്യ പ്രവർത്തനമാകുന്നതുകൊണ്ട് തന്നെ കൃഷി രീതിയെ പറ്റിയിട്ട് പഠിപ്പിക്കുക, കൃഷിക്ക് ക്ലാസ് എടുത്തു കൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മട്ടുപ്പാവിലാവുമ്പോൾ എന്താ വെച്ചാൽ വെയിലിന് ക്ഷാമം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വെയിലെല്ലാം കിട്ടും. മട്ടുപ്പാവിൽ 2 മട്ടുപ്പാവിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയിലെ PLV ആണ് പ്രേമൻ പറനാട്ടിൽ. കൂടാതെ കൃഷിരീതിയെപ്പറ്റി വിവിധ സ്ഥലങ്ങളിൽ ക്ലാസുകൾ എടുക്കാറുമുണ്ട് ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റിപ്പബ്ലിക് സ്പെഷ്യൽ ഗാന്ധി റിപ്പീറ്റ് ഉദ്ഘാടനവും റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കുള്ള യാത്രയയപ്പും മിഠായി തെരുവ് ഗാന്ധി ഗ്രാമോദ്योग എംപോറിയത്തിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് ജനുവരി 27 വരെ 4 ദിവസങ്ങളിൽ ലഭ്യമാകും. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വൈവിധ്യമാർന്ന ഖാദി തുണിത്തരങ്ങളുടെയും 1000-ൽ പരം ഗ്രാമ വ്യവസായ ഉൽപ്പന്നങ്ങളുടെയും വൻ ശേഖരം എംപോറിയത്തിലുണ്ട്. പ്രത്യേക ഇനങ്ങൾക്ക് 30% റിബേറ്റിന് പുറമെ 50% വരെ കിഴിവും മേളയിലൂടെ ലഭിക്കും. രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവർത്തന സമയം. റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് ഖാദിക്ക് സർക്കാർ അനുവദിച്ച 30% സ്പെഷ്യൽ റിബേറ്റിന്റെ ഉദ്ഘാടനം മിഠായിത്തെരുവിലെ ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ നിർവഹിച്ചു. ഗാന്ധിജിയെ മറന്നുപോകുന്ന ഇക്കാലത്ത് ഗാന്ധിജിയെ പുനർവായിക്കുവാനും ഗാന്ധിജിയോടുള്ള കൂറ് ഏറ്റവും ശക്തമായി പ്രകടിപ്പിക്കേണ്ട ഒരു സമയത്താണ് ഈ സ്പെഷ്യൽ റിബേറ്റ് ഉദ്ഘാടനം ചെയ്തത്. ഖാദിയുടെ ഒരു ആരാധികയാണ് ഞാൻ. കാലങ്ങളായി ധാരാളം ഖാദി വസ്ത്രങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ സ്കിന്നിൽ യഥാർത്ഥത്തിൽ ഫാറ്റാണ്. ഇപ്പൊ ഫാറ്റ് സോലിബിൾ ആയിട്ടുള്ള ഏത് സാധനത്തെയും നമ്മുടെ സ്കിൻ അബ്സോർബ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വില കുറഞ്ഞ വസ്ത്രങ്ങളിലുള്ള ഡൈ, കളർ കൊടുക്കുന്ന സാധനം വളരെ എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അത് പലപ്പോഴും ക്യാൻസറിന് തന്നെ കാരണമാകുന്നു എന്ന വസ്തുതയും ഒക്കെ നമ്മൾ അറിയാതെ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൗൺസിലർ TS ഷിംജിത്ത് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി.
ജനുവരി 26-ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരിപാടികളിൽ പങ്കെടുക്കുവാൻ ക്ഷണം ലഭിച്ച ചേമഞ്ചേരി ഖാദി ഉൽപാദന കേന്ദ്രത്തിലെ ആർട്ടിസൻസായ കമല ഷിംജിത്ത്, ശ്യാമള ബാലകൃഷ്ണൻ എന്നിവർക്ക് ചടങ്ങിൽ വെച്ച് യാത്രയയപ്പ് നൽകി. വാർഡ് കൗൺസിലർ ശ്രീജാസി നായർ അധ്യക്ഷയായിരുന്നു. സംഘം പ്രസിഡന്റ് KK മുരളീധരൻ ആമുഖ പ്രഭാഷണം നടത്തി. പ്രദീപം മുഖ്യപത്രാധിപർ ഡോക്ടർ AV പ്രകാശ്, അഡ്വക്കേറ്റ് M രാജൻ, CP അബ്ദുറഹിമാൻ, കേരള സ്റ്റേറ്റ് സർവോദയ മണ്ഡലം പ്രസിഡന്റ് P ബാലകൃഷ്ണൻ, അനന്തരാമൻ എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് ഖാദി ഗ്രാമോദ്योग എംപോറിയം മാനേജർ T ഷൈജു, സെക്രട്ടറി MK ശ്യാംപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഹയർ സെക്കൻഡറി മേഖലയെ ഇല്ലാതാക്കാനുള്ള നയങ്ങളുമായാണ് ഇടത് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് KHSTU നേതാക്കൾ. നാടക കലാകാരൻ KV വിജേഷ് അന്തരിച്ചു. നാടക പരിശീലനത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ജനശ്രീ 20ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 1, 2 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. ബേപ്പൂർ മറീന ബീച്ചിൽ ചകിരിച്ചവറുകൾക്ക് തീപിടിച്ചത് ആശങ്ക പടർത്തി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.